നാലാഞ്ചിറ നവജീവൻ ബദനി വിദ്യാലയത്തിൽ 2026 ജനുവരി ആദ്യവാരം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. സ്കൂളിലെ യുവ വിദ്യാർത്ഥികളോടൊപ്പം സമയം ചെലവഴിച്ച അദ്ദേഹം അവരുടെ നൈപുണ്യവും നൂതന ആശയങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. കേരള ബി.ജെ.പി. അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം മിഷൻ 2026 പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ അദ്ദേഹം സജീവമാണ്. നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സന്ദർശനത്തോടനുബന്ധിച്ച് പള്ളിയിലെ സുരക്ഷാ നിയന്ത്രണങ്ങൾ മൂലം വിശ്വാസികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം സന്ദർശനത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നാലാഞ്ചിറ നവജീവൻ ബദനി വിദ്യാലയത്തിലെ യുവ മലയാളികളോടൊപ്പം എൻ്റെ സമയം ചിലവഴിക്കാനും അവരുടെ ജിജ്ഞാസയും നൈപുണ്യവും നൂതന ആശയങ്ങളും നേരിട്ട് മനസ്സിലാക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷം തോന്നി. വിദ്യാലയത്തിൽ പുതുതായി അവതരിപ്പിച്ച AI അധ്യാപികയായ ഐറിസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും സാങ്കേതിക വിദ്യയെയും ഭാവിയെയും കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിനും എനിക്ക് ഏറെ പ്രിയപ്പെട്ട വിഷയമായ AI, വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ അവസരം നൽകിയതിനും റവറൻ ഫാദർ തോമസ് ജോർജ് OICക്കും സ്കൂൾ അധികൃതർക്കും നന്ദി അറിയിക്കുന്നു. കേരളം സാങ്കേതിക മേഖലയിൽ വീണ്ടും മുൻപന്തിയിൽ എത്തണമെങ്കിൽ ക്ലാസ് മുറികളിലെ പഠനങ്ങൾക്കൊപ്പം ശക്തമായ AI ലാബുകളും പ്രായോഗിക പരിശീലനവും നൂതനമായ ചിന്താഗതികളും വളർത്തുന്ന സജീവമായ ഒരു വിദ്യാഭ്യാസ പരിസ്ഥിതി നാം സൃഷ്ടിക്കണം. ഇത്തരത്തിലാണ് നാം നമ്മുടെ കുട്ടികളെ ഭാവിക്കായി സജ്ജരാക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു വികസിത കേരളം പടുത്തുയർത്തേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ്.